സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായ ഇറാനിൽ നിന്ന് ആയത്തുള്ള ഖമനേയി നാടുകടക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘമാണ് പ്രതിഷേധം ഒടുങ്ങിയില്ലെങ്കിൽ നാടുവിടാൻ ഒരുങ്ങുന്നത് എന്നാണ് ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, ഇറാനിൽ കഴിഞ്ഞ 9 ദിവസങ്ങൾ വലിയ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയങ്ങളാണ് കണ്ടുവരുന്നത്. അവിടെ ഖമനേയ് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന വലിയ സാഹചര്യമുണ്ട്. അതിന് മാത്രമല്ല, ഈ പ്രതിഷേധക്കാർക്ക് അമേരിക്കയുടെ പരസ്യമായ പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം അങ്ങനെ കെട്ടടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് ഖമനേയ് ഭരണകൂടത്തിന് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ദ പ്ലാൻ ബി എന്ന് പേരിട്ടുകൊണ്ട് ഈ ഖമനേയും സംഘവും നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഖമനേയും ഒപ്പം 20 പേരും കുടുംബക്കാരടക്കമുള്ള 20 പേരും റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ബ്രിട്ടീഷ് പത്രം ദ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. $95 ബില്യൺ ആസ്തിയുള്ള സാധനങ്ങളും അവിടുന്ന് കൊണ്ടുപോകാൻ, അതായത് ഒപ്പം നാട് കടക്കുന്നതിനൊപ്പം ഖമനേയും സംഘവും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വലിയ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ 2025-ൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഖമനേയെ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അന്ന് അതിന് സാധിക്കാതെ പോയി. അതിനുശേഷം ഇപ്പോൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അത് വിജയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 10 ദിവസങ്ങളായി ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ജാവിദ് ഷാ പഹ്ലാവി അവിടെ അധികാരത്തിൽ വരണമെന്നും പകരം ഈ ആയത്തുള്ള ഖമനേയി മതഭരണകൂടം ആ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പലയിടത്തും ഈ പ്രക്ഷോഭകാരികൾ 16ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഖമനേയിയെ കൊല്ലണം അല്ലെങ്കിൽ കൊലപ്പെടുത്തണം എന്നുള്ള മുദ്രാവാക്യങ്ങളടക്കം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ പ്രക്ഷോഭം അതിൻ്റെ ശക്തി ആർജിച്ചു വരുന്നതാണ്. ടെഹ്റാൻ മൊത്തം വ്യാപിച്ചിരിക്കുന്നു. ഇറാന്റെ തലസ്ഥാനം മറ്റു പ്രദേശങ്ങളുമെല്ലാം ഈ ഒരു പ്രക്ഷോഭത്താൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും അവിടുത്തെ റിയാൽ അടക്കം ഇടിഞ്ഞ് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഡോളറിനോട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടുള്ള അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരാണ് ആദ്യം ഇതൊരു സമരമായിട്ട് അവിടെ ഇറങ്ങുന്നത്. പിന്നീടത് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പിന്നീട് ഈ സമരക്കാർക്ക് അനുകൂലമായി പരസ്യമായി ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തുന്നു. ഏതെങ്കിലും സമരക്കാർക്കെതിരെ ശക്തമായ നടപടി, അവർക്കെതിരെ നിറയൊഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ശക്തമായ രീതിയിൽ അമേരിക്ക നേരിട്ടെത്തി ഇടപെടുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനുശേഷം ഖമനേയി തന്നെ നേരിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അമേരിക്ക നടത്തിയാൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയുകയും അതുപോലെ ഇപ്പോഴത്തെ പ്രക്ഷോഭകാരികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെ അടിച്ചമർത്തുക വഴിയുള്ളൂ എന്നൊക്കെ അതികർശനമായ നിലപാട് ഖമനേയും സ്വീകരിച്ചു. എന്നാൽ ഈ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ ഒരു പ്രക്ഷോഭം കൂടി വരുന്നു. മാത്രമല്ല ഇതിൽ ജനപങ്കാളിത്തം കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണകൂടത്തിന് അതിനെ എത്രത്തോളം അടിച്ചമർത്താൻ കഴിയുമെന്നുള്ള കാര്യം വലിയ സംശയമാണ്. നമുക്കറിയാം, നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയാണ് ജനങ്ങളോട് അടിയറവ് പറഞ്ഞതെന്ന്. ആ ഒരു ഇറാൻ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അത്ര ദുർബലമായ ഒരു രാജ്യം അല്ലെങ്കിൽ പോലും ഇറാനിലും ജനങ്ങളെ നേരിടുമ്പോൾ അത് എത്ര ശക്തിയുള്ള ഭരണകൂടമായാലും അത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തികമായും പിന്നിലാണ്, അതുപോലെ തന്നെ ജനങ്ങളും തെരുവിലാണ്. അങ്ങനെ ആകെ പ്രതിസന്ധിയിലായ ഭരണകൂടം നാട് വിടാൻ ഒരുങ്ങുന്നു റഷ്യയിലേക്ക്. അതാണ് അഭിലാഷ്, അവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ വലിയ പ്രതിസന്ധിയിലാണുള്ളത്, ജീവിത പ്രാരാബ്ധത്തിലാണുള്ളത്. അതിനിടയിൽ ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് പുറത്തു നിന്നുള്ള ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇടപെടലുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പ് വന്നിട്ടുണ്ടോ?
ഇപ്പോൾ ഇത് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങളാണ്. ഇതിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട്, അതുപോലെ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഇടപെടലുണ്ട്. അവിടുത്തെ ആളുകൾ ഇറാനിൽ നുഴഞ്ഞു കയറി ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതിനുശേഷം ടെഹ്റാനിൽ വെച്ച് വലിയ രീതിയിൽ സ്ഫോടനം ഉണ്ടാവുകയും ഹമാസിന്റെ നേതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം കെട്ടടങ്ങിയ ശേഷം നിരവധി ആളുകളെ ഇറാനിൽ തൂക്കിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ആ കൊല്ലപ്പെട്ട ആളുകളോടെല്ലാം ആരോപിച്ചത് ഇസ്രായേലിന്റെ ചാരന്മാരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ജാവേദ് ഷാ ഭരണകൂടത്തിന്റെ ആളുകൾ ഖമനേയി ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഇസ്രായേലിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആളുകളെല്ലാം കൊന്നത്. അപ്പോൾ അതേ സാഹചര്യം, അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഖമനേയി ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഷാ ഭരണകൂടത്തിന്റെ ആളുകളും ഇസ്രായേലിന്റെ മൊസാദും അമേരിക്കയും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഖമനേയ്ക്കെതിരെ ഈ മൂന്ന് വലിയ ശക്തികൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഈ പ്രക്ഷോഭത്തിനൊന്നും ഒരു കാര്യമായ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഖമനേയി അടക്കം പറയുന്നത്. അപ്പോഴും ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങുന്നതിന് എങ്ങനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ റഷ്യയിലേക്ക് കടക്കാം. കൂടുതലായിട്ട് കാര്യങ്ങൾ വഷളായാൽ ഒരുപക്ഷെ ഖമനേയിയുടെ ജീവന് ഭീഷണിയുണ്ട്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒരു സമയത്ത് ഒരിക്കൽ വകവരുത്താൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. അന്ന് ഒളിവിൽ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട വ്യക്തിയാണ് ഖമനേയി. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അശ്വതി. ശരി അഭിലാഷ്.